പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തെ ഫുട്ബോൾ ആരാധകർ. ലോകകപ്പിന് പന്ത് ഉരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സുകൾ ഉയർത്തിയാണ് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ ഞായറാഴ്ച ഒറ്റപ്പാലം നഗരം കീഴടക്കിയത്. കളി ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചാണ് ഇരുവിഭാഗവും ആരാധകരും ഇപ്പോൾ പരസ്പരം മാറ്റുരയ്ക്കുന്നത്. തൂക്കാൻ പറ്റുകയാണെങ്കിൽ ബ്രസീലുകാർക്ക് തൂക്കാൻ പറ്റുമോ? തൂക്കം കാണിച്ചു തരാൻ പറയും. ഇതും പഠിച്ചോളി. ആദ്യം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് കണ്ട് പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ ആദ്യം അർജന്റീനയാണ് എല്ലാ ടീച്ചറും കൊണ്ട് അർജന്റീന ഫാൻസ് ഒറ്റപ്പാലം. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സ് ബോർഡാണ് തങ്ങൾ സ്ഥാപിച്ചതെന്ന അവകാശവാദവുമായി അർജന്റീന ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. 200 അടി നീളമുള്ള കൂറ്റൻ ഫ്ലക്സാണ് ആരാധകർക്കായി പ്രദേശത്ത് ഉയർന്നത്. ഒറ്റപ്പാലം മായന്നൂർ പാലം റോഡിൽ മുളങ്കാടിന് സമീപമാണ് ഈ ഭീമൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് മായന്നൂർ ജംഗ്ഷനിൽ നിന്ന് ആവേശകരമായ റാലിയോടെയാണ് അർജന്റീന ആരാധകർ ഈ കൂറ്റൻ ഫ്ലക്സുമായി പ്രദേശത്തേക്ക് എത്തിയത്. പാലക്കാട് ജില്ലയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒറ്റപ്പാലം 200 അടിയുടെ ഫ്ലക്സ് ആണ് ഇവിടെ കയറ്റിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഒറ്റപ്പാലത്ത് 200 അടിയുടെ ഫ്ലക്സ് വെച്ച് പാലക്കാട് ജില്ല ഒറ്റപ്പാലം ഫാൻസുകാരും കൂടെ നമ്മുടെ പ്രവാസികളും ചേർന്നിട്ട് നമ്മുടെ ഒറ്റപ്പാലത്തെ അർജന്റീന വാട്സ്ആപ്പ് കൂട്ടായ്മ സ്പോൺസർമാരൊന്നും ഇല്ലാതെ നമ്മുടെ ഒറ്റപ്പാലത്തെ 200 അടിയുടെ ഫ്ലക്സ് കയറ്റിയിട്ടുള്ളത്. അർജന്റീനയോട് ഒട്ടും വിട്ടുകൊടുക്കാൻ ബ്രസീൽ ആരാധകരും തയ്യാറായില്ല. കണ്ണറിപ്പടയുടെ കരുത്ത് വിളിച്ചോതുന്ന 32 അടി വീതിയും 40 അടി ഉയരവുമുള്ള ഭീമാകാരമായ ഫ്ലക്സാണ് ബ്രസീൽ ആരാധകർ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഉയർത്തിയത്. ഇതെന്താന്നുള്ളത് കഴിഞ്ഞ തവണയും ഞങ്ങളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സ് വെച്ച് ചരിത്രത്തിൽ ഇടനേറിയ ടീമാണ് ഞങ്ങള്. ഒറ്റപ്പാലം പണ്ടാണ് ഒറ്റപ്പാലം മലപ്പുറമൊക്കെ. ഇപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്, പാലക്കാടാണ്. അതിൻ്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. കാരണം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. അത് വളരെ ഭംഗിയായി മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയായിക്കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ആളുകൾ ഉണ്ടാക്കാതെ ഞങ്ങളിതിൻ്റെ ആഘോഷം ഞങ്ങൾ നടത്തി. വേൾഡ് കപ്പിനെ വരവേൽപ്പ് കൊണ്ടുള്ള ഒരു വാഹന റാലി. ഞങ്ങളുടെ ഒരു 1300 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. 1300 സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് നോക്കി എല്ലാവരും. അത്രയും വലിയ ഫ്ലക്സാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത്. ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്തിട്ടുള്ളത്. എല്ലാം ഞങ്ങൾ തന്നെയാണ്. ചിനക്കത്തൂർക്കാവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വമ്പൻ ബൈക്ക് റാലിയോടെയാണ് ബ്രസീൽ ആരാധകർ നഗരത്തിലേക്ക് എത്തിയത്. വൈകിട്ട് 4 മണിക്ക് കെ പ്രേംകുമാർ MLA റാലിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമാണ് ഈ ഭീമൻ ഫ്ലക്സ് സ്ഥാപിച്ചത്. ഫുട്ബോളിന്റെ ചരിത്ര ലിപികളിൽ ഒട്ടനവധി പ്രഗത്ഭരായ താരങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ 2026 ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിനു വേണ്ടി ആവേശത്തോടെയാണ് കായിക പ്രേമികൾ രംഗത്ത് വരുന്നത്. വിശേഷിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അവരുടെ ആരാധകരാണ് ലോകമെമ്പാടുമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഫുട്ബോൾ പ്രേമികൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ കേരളത്തിലാണോ വേൾഡ് കപ്പ് നടക്കുന്നത് എന്ന് സംശയം തോന്നുന്ന നിലയിൽ മലയാളികളും ആവേശപൂർവം ലോകകപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയാണ്. പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അസ്കർ നേരത്തെ തന്നെ ബ്രസീൽ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഇരുചക്രവാഹന റാലിയെ സംബന്ധിച്ചും ഘോഷയാത്രയെ സംബന്ധിച്ചുമെല്ലാം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ബ്രസീൽ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒറ്റപ്പാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ നിലയിലുള്ള നാടിനെ ആകെ ഫുട്ബോൾ ലഹരിയിലാഴ്ത്തുന്ന നിലയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രചരണ റാലി, ബൈക്ക് റാലി ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്.
ബ്രസീൽ ഫാൻസിന് ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും MLA എന്ന നിലയിൽ നേരാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നേരത്തെ ടീം ഒറ്റപ്പാലം എന്ന പേരിൽ എല്ലാ രാജ്യങ്ങളുടെയും ആരാധകരെ അണിനിരത്തി സംയുക്തമായി റാലി നടത്താനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ലോകകപ്പിന്റെ ചൂട് കൂടിയതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി തനിയെ കളനിറയാൻ ആരാധകർ തീരുമാനിക്കുകയായിരുന്നു. ബ്രസീലിനും അർജന്റീനയ്ക്കും പുറമെ പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങിയ വമ്പൻ ടീമുകളുടെ ആരാധകരും ഒറ്റപ്പാലത്ത് ലോകകപ്പ് അവിസ്മരണീയമാക്കിക്കൊണ്ട് ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം പൂർണ്ണമായും ലോകകപ്പ് ലഹരിയിലാകുമെന്ന് ഉറപ്പാണ്. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡ്ഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.